നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ച ചോദ്യം, ഒരു കൺസെപ്റ്റ് പഠിക്കാം. ഇതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു a⁻n എന്ന് പറഞ്ഞാൽ ഈ പവറിന്റെ മൈനസ് കളയാൻ ഇതിനെ 1/a⁻n എന്ന് എഴുതാൻ പറ്റുമെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് അത് തറവാകാനും സെറ്റ് ആകാനുമാണ്. ശരി, ഇനി അടുത്ത് ശ്രദ്ധിച്ചേ മക്കളെ, a/b⁻n എന്ന് വന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒരു ഭിന്നസംഖ്യയുടെ പവർ മൈനസ് വന്നാൽ ഈ മൈനസ് കളയാൻ ഇതിനെ തിരിച്ചെഴുതിയാൽ മതി, b/a⁻n എഴുതാം. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. കണ്ടോ, ഒരു ഭിന്നസംഖ്യയുടെ പവർ മൈനസ് വന്നാൽ പവറിന്റെ മൈനസ് കളയാൻ ഭിന്നസംഖ്യയെ തിരിച്ചെഴുതിയാൽ മതി. a/b⁻n എന്ന് പറഞ്ഞാൽ b/a⁻n. a/b⁻n എന്ന് പറഞ്ഞാൽ b/a⁻n. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, 2/3 എന്നാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമ്മുടെ ഈ കണക്ക് സെറ്റാണ്. അപ്പൊ ഈ കണക്കിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്, ഓർത്ത് വെച്ചോണേ. ഈ കണക്കിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ കണക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് റൂൾസ് അല്ലെങ്കിൽ ലോജിക്കുകൾ ഇതാണ്, ഓർത്ത് വെച്ചോണം. ശരി, ഇനി നമുക്ക് അത് വെച്ച് ഈ കണക്ക് ചെയ്യാനാണെങ്കിൽ 1/2 എന്നല്ലേ ആദ്യം കിടക്കണേ, ഇടയ്ക്ക് പ്ലസ് ചിഹ്നം ആണോ? 1/2 വീണ്ടും അല്ലെ, പ്ലസ് വീണ്ടും 1/2 ഇതിന്റെ ആൻസർ അല്ലേ മക്കളെ കാണുന്നേ? നമുക്കറിയാം ഭിന്നസംഖ്യയുടെ പവർ മൈനസ് വന്നാൽ തിരിച്ചെഴുതിയാൽ പോരെ, 2/1 പ്ലസ് 2/1 ആണോ, പ്ലസ് 2/1 അല്ലേ? 2 സ്ക്വയർ 4 അല്ലേ, പ്ലസ് 2 സ്ക്വയർ 4 അല്ലേ, പ്ലസ് 2 സ്ക്വയർ 4 അല്ലേ? ആൻസർ 12 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരും അല്ലെ. 1 താഴെ അല്ലെ, 2 സ്ക്വയർ ബൈ 1 സ്ക്വയർ 1 ആണല്ലോ, അപ്പൊ അത് മൈൻഡ് ചെയ്യണ്ട. 2 സ്ക്വയർ 4 പ്ലസ് 4 ആൻസർ 12 എന്ന് വരും. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ 12 എന്നാണ് കിട്ടുന്നത്. പക്കയാണോ? ഓക്കെ.